കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ PO ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴി ടാർ ചെയ്ത് മൂടി. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് രൂപപ്പെട്ട കുഴികളാണ് ടാർ ചെയ്ത് മൂടിയത്. നിരന്തരമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ PO ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴി ടാർ ചെയ്ത് മൂടി വാട്ടർ അതോറിറ്റി. പൈപ്പോട്ടലിനെ തുടർന്ന് മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ രൂപപ്പെട്ട വലിയ കുഴികളാണ് ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ടാർ ചെയ്തു മൂടിയത്. PO ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പൈപ്പ് പൊട്ടലിനെയും തുടർന്ന് രൂപപ്പെട്ട കുഴികൾ മണ്ണ് ഉപയോഗിച്ച് മൂടിയിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് കുഴികൾ അടയ്ക്കുമെന്ന് അധികൃതർ രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഉറപ്പ് പാലിക്കപ്പെടാതെ വന്നതോടെ ഓട്ടോ തൊഴിലാളിയും പൊതുപ്രവർത്തകനുമായ വാഴപ്പിള്ളി മുണ്ടയ്ക്കൽ MJ ഷാജി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇതോടെയാണ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെട്ട് കുഴികൾ പൂർണ്ണമായി ടാർ ചെയ്ത് സഞ്ചാര ഗതാഗത യോഗ്യമാക്കിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.